ഹലോ ഹലോ. ആ ആ ഓ, നിങ്ങളായിരുന്നോ? എന്താ ഏത് സമയം ലൈബ്രറി കാണാലോ? ബുക്സ് ചെയ്യാക്ക് അത്രക്ക് ഇഷ്ടാ? ലൈബ്രറി എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ. ഓ അങ്ങനെയാണോ? എനിക്കും ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടാ. എന്താ സാഹിത്യകാരനും എഴുത്തുകാരനും മാത്രം ലൈബ്രറി ഇഷ്ടമുള്ളോ? എന്താ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടില്ലേ? ശരിക്കും എനിക്ക് ഇഷ്ടാന്നേ. അതെ, ഈ ഒരുപോലെ ടേസ്റ്റ് ഉള്ളവർ തമ്മിൽ കാണുമ്പോ പരിചയപ്പെടുമ്പോ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും അല്ലേ? എനിവേ ഐ ആം ആദി. അഞ്ജലി. ഇന്നിത്തിരി വർത്താനം കൂടുതലാണല്ലോ. അന്ന് അമ്പലത്തിൽ വെച്ച് ഭയങ്കര നാണായിരുന്നു. എല്ലാം ഇയാള് കാരണല്ലേ? ആ, എന്റെ വീട്ടിലുള്ളവരില്ലേ, ആരാണ് എന്താണ് ഇതൊന്നും അവർക്കറിയേണ്ട ഒരു കാര്യമില്ല. എല്ലാവരും ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കും. അതും എന്റെ പരിചയക്കാരാണെങ്കിൽ തീർന്നത് തന്നെ. എന്റെ പേരൻസ് എനിക്ക് ഫ്രണ്ട്സ് പോലെയാ. എന്നാൽ ആദ്യം കണ്ടുമുട്ടുന്നവർക്ക് ഒരു ചെറിയ സങ്കടമൊക്കെ തോന്നും. ഇയാൾക്കന്ന് അങ്ങനെ തോന്നിയില്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. പാരന്റ്സ് കൂട്ടുകാരായിട്ട് ഇരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ടോ കണ്ടോ കണ്ടോ, ഈ കാര്യത്തിൽ നമ്മൾ ഒരേ ടേസ്റ്റ് തന്നെയാ. നിങ്ങളുടെ വീട്ടിൽ ഇയാളുടെ പേരൻസ് ഫ്രണ്ട്ലി ആയിരിക്കോ? അങ്ങനെയായിരുന്നു. സോറി അഞ്ജലി, അവരുടെ കാര്യം ഓർമ്മിപ്പിച്ച് ഞാൻ നിന്റെ മനസ്സ് വേദനിപ്പിച്ചല്ലേ? മറന്നാലല്ലേ ഓർക്കേണ്ടതായിട്ടുള്ളൂ. അവരില്ല എന്നുള്ള ഓർമ്മ എന്നും എന്നെ അലട്ടിക്കൊണ്ടേയിരിക്കും. നീ കരയുന്നത് നിന്റെ അച്ഛന് ഇഷ്ടമാണോ? നീ സങ്കടപ്പെടുമ്പോൾ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമാകൂ? നീ ഒന്നും മിണ്ടാതെ മൗനമായിരുന്ന എല്ലാവർക്കും ഇഷ്ടമാകൂ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ എങ്ങനെ ഇരിക്കുന്നേ? ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ മാത്രമാണ് പോകുന്നത്, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അവരെപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ സന്തോഷമാണ് അവരുടെയും സന്തോഷം. നീ ഒന്ന് ചിരിച്ചു നോക്ക്. ആ ചിരിയിൽ നിന്റെ അമ്മയുണ്ടായിരിക്കും. നീ ഒന്ന് സന്തോഷിച്ചു നോക്ക്. ആ സന്തോഷത്തിൽ നിന്റെ അച്ഛനും കൂടെ ഉണ്ടാകും. നിന്റെ മുഖത്ത് സന്തോഷമുണ്ടെങ്കിൽ നിന്റെ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിക്കും. പറയ്, ഇപ്പൊ നിന്നോടൊപ്പം എല്ലാവരുമില്ലേ? എന്താടാ, വിശക്കുന്നുണ്ടോ? അഞ്ജലി, നിന്നെ ഇങ്ങനെ ചിരിച്ചു കണ്ടിട്ട് എത്ര നാളായിന്നറിയോ മോളെ? നിന്നെ എനിക്ക് എപ്പോഴും ഇതുപോലെ തന്നെ കാണണം. പറ്റില്ല മാവാ. ഈ സന്തോഷം എനിക്ക് നിരന്തരമാകണമെങ്കിൽ അവരില്ലാതാകണം. അതിനുള്ള സമയം അടുത്തെത്തി കഴിഞ്ഞു മോളെ. RDX തനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നിനെയും ബാക്കി വെക്കില്ല. ഇന്ന് ഈ നഗരത്തിലെ ഏറ്റവും വലിയ കോംപ്ലക്സ് ആയ റെയിൻ ഷാ ടവറിലാണ് അവൻ നോട്ടോട്ടിരിക്കുന്നത്. RDXനെ എതിർക്കാൻ ധൈര്യമില്ലാതെ ആ കോംപ്ലക്സിന്റെ ഓണർ സുലൈമാൻ കോംപ്ലക്സ് RDXന്റെ ശത്രു പരശുരാമന് വിട്ടിട്ട് രായ്ക്ക് രാമാനും പെട്ടിയും പടുക്കുകയും എടുത്ത് നാട് വിട്ടുപോയി. പക്ഷേ RDX നിസ്സാരക്കാരനല്ല. നാളെ കോംപ്ലക്സിലെ ആ രണ്ട് ഗ്യാങ് തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. ആ സംഘർഷത്തിനിടയ്ക്ക് അബ്ദുള്ളയോ അല്ലെങ്കിൽ സദായോ രണ്ടുപേരിലൊരാൾ നമ്മുടെ കയ്യിൽ കൊടുക്കും.
കടയിലെ ഓണർ എല്ലാം പുറത്തേക്ക് വരാൻ പറയടാ. അവന്മാരിപ്പോ പുറത്തേക്ക് വരത്തില്ല. അവനിവിടെ കൊണ്ടുവരും. അവന്മാര് വരത്തില്ല. ഇത് പരമേശ്വരന്റെ സ്ഥലമാ. ഇപ്പൊ ഇത് RDXന്റെ സ്ഥലമാ. ഇവിടെ ഞാൻ പറയുന്നേ നടക്കൂ. നടക്കത്തില്ല. നടക്കൂ. നടക്കത്തില്ല. എങ്ങനെ നടക്കും ഇപ്പൊ കണ്ടോ. എടാ നിക്കടാ. അവനെ തട്ടുന്ന കാര്യത്തിന് തീരുമാനമായി. ആദ്യം ആ അബ്ദുള്ളയെയും സദായെയും പൊക്കണം. എന്താണ് അളിയന്മാരെല്ലാം കൂടെ എന്നെ വകവരുത്താനുള്ള പ്ലാനാണ്? എന്താടോ എസ് ഐ മൂർത്തി, നീയും ഇവരുടെ കൂടെ ചേർന്നോ? കേട്ടോ പരശുറാം, ഇരിക്കടോ. എന്താ നിങ്ങളെല്ലാം കൂടെ എന്നെ തട്ടാൻ നോക്കാണോ? എങ്ങനെ തോന്നാതിരിക്കും? നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രോപ്പർട്ടിയിലും ഞാൻ തലയിടുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ സ്ഥാനത്താണെങ്കിലും അങ്ങനെ തന്നെ തോന്നണം. കാരണം നിങ്ങൾ പാരമ്പര്യമായി ആയുധങ്ങൾ കുറെ കണ്ടവരാ. ഞങ്ങളെല്ലാം ഈ അടുത്ത കാലത്ത് വന്നവരല്ലേ. എങ്ങനെ ദേഷ്യം വരാതിരിക്കുക? വരണം. നിങ്ങളെല്ലാം കൊടുവാലെടുത്ത് ഒരുപാട് പഴകിപ്പോയില്ലേ? എടുത്തോ മാത്രം പോലെ അവന്റെ കാറ്റ് പോയി. അധികാരം കയ്യിലെടുക്കണമെങ്കിൽ ആദ്യം മാണായി ജനിക്കണം. ഒരുത്തനെ തട്ടണമെങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. ഇതുപോലെ RDXന്റെ അടുത്താണോ കളി? വെട്ടണമെങ്കിൽ ഇവിടെ വെട്ടണം. നീ അയച്ച ആള് എന്നെ കണ്ട് ഭയന്ന് എടുത്ത കൊടുവാൾ ഈ കഴുത്തിലിറങ്ങുന്നതിന് പകരം ഈ കയ്യിലെങ്ങാനും കൊണ്ട് എന്റെ ജീവനെങ്ങാനും തിരികെ കിട്ടിയാലുണ്ടല്ലോ, പിന്നെ നീ ബാക്കിയുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇത് കൊള്ളാം. പെർഫെക്റ്റ്. ഇത് കൃത്യം വെക്കേണ്ടത് തന്നെ വെച്ചാലുണ്ടല്ലോ, പീസായി തുണ്ടമായി പോകും. നീ ലക്ഷ്യം വെക്കുന്ന ആള് മാത്രമല്ല, അതിന് ചുറ്റും 1/2 കിലോമീറ്റർ ഉള്ള എല്ലാവരും കാലി. ഞാൻ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്, ഒന്നുകിൽ ഈ കോംപ്ലക്സ് എന്റെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ പേരിലായിരിക്കണം. 30 seconds. എന്തിനാ ഈ കത്തിയും കുത്തും വെട്ടും രക്തവും വിരോധവും എല്ലാം? എനിക്ക് ഈ ജീവിതത്തോട് താല്പര്യമില്ല. പോയേക്കാം, നമുക്ക് ഒരുമിച്ച് അങ്ങ് പോയേക്കാം. മറ്റുള്ളവർക്കെങ്കിലും സന്തോഷം ഉണ്ടാവുമല്ലോ. 20 seconds. ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ പോരാടുന്നതിനേക്കാൾ 5 സെക്കൻഡിനുള്ളിൽ എല്ലാം തീരുമാനമാവും. 5 seconds. ഇപ്പൊ മനസ്സിലായോ ആരാണ് ആണെന്ന്? നിന്നെ ഇപ്പൊ തന്നെ ഞാൻ കൊന്നുകളയും. എനിക്ക് എന്റെ ജീവനിൽ അങ്ങനെ കൊതിയൊന്നുമില്ല. പക്ഷെ നീയും ഉണ്ടാവണം ജീവനോടെ. നിന്നെ പോലൊരു ശത്രു ഉണ്ടാവണം. അപ്പോഴേ ഞാൻ ആരാണെന്ന് മനസ്സിലാവൂ. നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലേ എന്റെ ബ്രെയിൻ ഷാർപ്പാവൂ. ഇല്ലെങ്കിൽ ഉറങ്ങിപ്പോ. കളിക്കാൻ ആളില്ലെങ്കിൽ കളി വേസ്റ്റ്. ഇപ്പൊ നീ വേസ്റ്റ്.
കാണാം. എടാ പരശുരാമ, എന്നെ കൊല്ലണമെങ്കിൽ പെർഫെക്റ്റ് ആയി പ്ലാൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ എനിക്കൊന്ന് വിളിച്ചാ മതി. കേരളത്തിൽ പുതിയ പാർട്ടിയുടെ തുടക്കം. ജനസംഖ്യയെക്കാട്ടിലും പാർട്ടിയുടെ എണ്ണമാണല്ലോ കൂടുതൽ. വേറെ വല്ലതും വായിക്കേ. എടാ നിന്നേ, എന്താ നിനക്കൊരു വല്ലായ്മ? ഒന്നുമില്ല. എന്താ കവിളില്? അത് ചെറിയൊരു മുറിവ്. ചെറിയ മുറിവെന്ന് പറഞ്ഞിട്ട് പ്ലാസ്റ്റർ അയ്യോ ഒട്ടിച്ചിരിക്കുന്നു. എന്റെ പൊന്നമ്മ, എന്താ ഇത്? കോംപ്ലക്സിൽ ഒരു ചെറിയ വഴക്കിൽ എന്താടാ ചെറിയ വഴക്കും വലിയ വഴക്കും? നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? എന്റെ പൊന്നുമണി, ആ വഴക്കിനിടയ്ക്ക് അഞ്ജലി കുടുങ്ങിപ്പോയി. അവളെ രക്ഷിക്കാൻ പോയപ്പോ ഒരു ചെറിയ പോറൽ, അത്രേ ഉള്ളന്നേ. അത് പറ. ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടി സാറ് ഹീറോ ആയി. മണി, മുറിവ് മാത്രമേ ഉള്ളോ? അതല്ല, സമാധാനപ്പെടുത്തൽ, ഹോസ്പിറ്റൽ, ബീച്ച്, പാർക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണോ? അതെ, ഞാൻ അഞ്ജലിയെ സ്നേഹിക്കുന്നു. എനിക്ക് അവളെ ഭയങ്കര ജീവനാ. അവളെ ഞാൻ കല്യാണം കഴിക്കും, അവിടെ കൂടെ ജീവിക്കും. എന്താ പോരെ? ചേട്ടാ, നീ ഒന്ന് ചുമ്മാരി. ചേട്ടാ, അഞ്ജലി. എന്തോന്ന് അഞ്ജലി? എല്ലാം നീ കാരണല്ലേ. അയ്യോ ചേട്ടാ, ഇപ്പഴാ അഞ്ജലി വന്നിട്ട് പോയത്. എന്തിനാ മണി ഇങ്ങനെ ചെയ്തേ? ആ പെണ്ണ് എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക? ഞാൻ എന്ത് ചെയ്തെന്ന്? ഒന്ന് വെറുതെ ഇവനല്ലേ ഇഷ്ടമാണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞത്. അത് കേട്ട് അവള് പേടിച്ചു പോയി. അയ്യോ എന്റെ മണി, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ ഒരുപാടുണ്ടെന്നാണോ? ഞാൻ അതിനെ കുറിച്ച് വിവരിച്ചു ചോദിച്ചൊന്നുമല്ല. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഹലോ ഹലോ, വന്നില്ലേ? എവിടായിരുന്നു മോളെ നീ? നിനക്കൊരു ഫോൺ ചെയ്തൂടെ? ഞാൻ നിന്നെ കാണാൻ ഞാൻ എവിടെയൊക്കെ വിളിച്ചു എന്നറിയോ? കൊല്ലണം അമ്മവാ, കൊല്ലണം. വിടില്ല അമ്മാവാ, അവന്മാരൊന്നിനെ ഞാൻ വിടാൻ പോകുന്നില്ല. അതല്ല മാവാ, ഇനിയും താമസിപ്പിക്കേണ്ട. തീർത്ത് കളഞ്ഞിട്ട് പോയേക്കാം നമുക്ക്. നിന്റെ മനസ്സെനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ നമ്മുടെ എടുത്തുചാട്ടം അവർക്ക് അനുകൂലമാകരുത്. തീർച്ചയായും നമുക്ക് അവരെ കൊല്ലാം. എപ്പോഴാ? ആർഡിഎക്സിനെ കൊല്ലുന്ന അത്ര എളുപ്പമല്ല മോളെ. ഇന്നലെ കണ്ടതല്ലേ? ആദ്യം അപ്പതിനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ കൈയും കാര്യം വരയ്ക്കുന്നു. മോളെ, നമ്മുടെ കുടുംബത്തില് നീയെങ്കിലും ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. എടുത്തു ചാടി നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. ആ 3 പേരെയും കത്തിച്ച് ചാമ്പലാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോകും. ഇപ്രാവശ്യത്തെ നമ്മുടെ പദ്ധതി മിസ്സാവാനേ പാടില്ല. അളിയാ, ദോസ്തേ, ആദി, ബൈക്ക് പുതിയതാ? മേടിച്ചതാ? ബൈക്ക് അടിച്ചു മാറ്റിയതാ. അതെന്റെ ജോലിയല്ലേ, നിന്റെ ഒരു തമാശ. സത്യം പറഞ്ഞ് ഇതുപോലൊരു വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നോക്കിയപ്പോ അവിടെ ആരുമില്ല, ഞാൻ പോക്കി. ഇതൊക്കെ ഏതെങ്കിലും വെള്ളമടിക്കാരോട് പറഞ്ഞാൽ മതി, ഞാൻ വിശ്വസിക്കില്ല. ട്രീറ്റ് തരണമെന്ന് വെച്ച് നീ എന്നോട് നുണ പറയുന്നല്ലേ? പറഞ്ഞ വിശ്വസിക്കത്തില്ല. ഇതാ ഇത് പിടിച്ചേ, ഉടനെ മനസ്സിലാവും. ഓക്കേ, നീ പോയിക്കോ, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എടാ, ഈ ബൈക്കിന്റെ കോലം കണ്ടില്ലേ? ഒരുമാതിരി പ്രഗ്നന്റ് ആയ പശുവിന്റെ പോലെ. ഫ്രണ്ട് വീല് തിരുവനന്തപുരത്തും ബാക്ക് കോഴിക്കോടും. എങ്ങനെയാടാ ഇത് ഓടിക്കണത്? ഏതോ പഴയ ലോറി മേടിച്ച് റീമോഡൽ ചെയ്ത് ആക്രിക്കടയിലുള്ള പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പറക്കി ഫിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ? അണ്ണാ, നിനക്കൊരു റൗണ്ട് പോണെന്നോ? ഞാൻ ഓടിച്ചു കാണിക്കാലോ. ഇതെന്റെ ബൈക്കാടാ. നിന്റെ ബൈക്കോ? എന്നാ ലാസ്റ്റ് വില പറ, എത്രയാ? നീ എന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ ഇത് പബ്ലിക് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയേ. ഇല്ല. എന്നാ ഒരു തവണ വേണമെങ്കിൽ അടിച്ചോ. ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. ആദി, 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 എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ജലിയെ കണ്ടോ? ഞാനൊരു റിലിയും കണ്ടില്ല. സത്യം പറഞ്ഞോ, ഐ ലവ് യു പറയാൻ വേണ്ടിയല്ലേ അവളെ തേടുന്നത്? പ്രേമിക്കുന്നില്ല എന്ന് അവളോട് പറയാൻ പോവാ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്ലാണി നെങ്കിലെന്ന്. എത്ര